നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 കോച്ചുമാർ വാഴാത്ത വർഷമാണോ എന്നതാണ് സംശയം. ആകെ 10-13 ദിവസമേ ആയിട്ടുള്ളൂ. പ്രമുഖ ക്ലബ്ബുകളിൽ നിന്ന് 3 കോച്ചുമാർ ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു. ജനുവരി 1 നമ്മൾ കേട്ടത് എൻസോ മാരേസ്ക ചെൽസി വിടുകയാണ്. ചെൽസിയെ കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരൊക്കെ ആക്കിയ ആളാണ്. പക്ഷേ ഈ സീസണിൽ ചെൽസി അത്ര കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് അല്ല നടത്തിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. സോ അദ്ദേഹം അവിടെ നിന്ന് ക്ലബ്ബ് വിട്ടു. ജനുവരി 5 ആകുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്നത് റൂബൻ അമോറിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് സാക്ക് ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി പോർച്ചുഗലിലൊക്കെ വലിയ ഓളമുണ്ടാക്കിയ കോച്ചാണ്. വലിയ പ്രതീക്ഷയോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുകയും അവിടെ പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത്തവണ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ 6ാം സ്ഥാനത്തൊക്കെ ആയിരുന്നു. എന്നാൽ പോലും പിന്നീട് അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തുറക്കപ്പെടുകയാണ് ചെയ്തത്. ഇതിൽ ഇനി ആരവിടെ കോച്ചോ എന്നുള്ള ചോദ്യമുണ്ട്. ഒലെ ഗുണാർ സോൾഷർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അല്ല, മൈക്കൽ കാരിക്കിനെ കോച്ചായി വാഴിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ ഈ സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലബ്ബ് കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലേ എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ജനുവരി 12 ആകുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്നത് സാബി അലോൺസോ റയൽ മാഡ്രിഡിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് തെറിക്കുന്നു. മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ മ്യൂച്വൽ ഡിസിഷൻ എന്ന രൂപത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുറത്തിറങ്ങുന്നത്. പക്ഷേ മാസങ്ങളായിട്ട് അവിടെ താരങ്ങൾക്കിടയിലൊക്കെ താരങ്ങളുമായിട്ടൊക്കെ റിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന രൂപത്തിൽ വേണം ഈ പുറത്താവലിനെ കാണാൻ. അല്ലാതെ ഈ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ മാത്രം റിസൾട്ട് വെച്ചിട്ട് അതിനെ കാണേണ്ടതില്ല. ഇനിയും ആരൊക്കെ ചിലരുടെയൊക്കെ സ്ഥാനം ഇളകി തുടങ്ങുന്നുണ്ട്. ആർനെ സ്ലോട്ട് ഒരു വിധത്തിൽ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആർനെ സ്ലോട്ടിൻ്റെ കാര്യം എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ സൗദി അറേബ്യയിലേക്ക് വരികയാണെങ്കിൽ തുടരെ തോൽവികളാണിപ്പോൾ അൽ നസറിൻ്റെ കോച്ചിന് ഓർഗെ ഹീസസിന്. അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി കാണുമോ? നിലവിലെ സാഹചര്യത്തിൽ അതിന് ഇമ്മീഡിയറ്റ് സാധ്യത ഒന്നുമില്ല. പക്ഷേ ഇനി റിസൾട്ട് നന്നാക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ പുറത്തേക്കുള്ള വഴി തുറക്കപ്പെട്ടേക്കാം. അങ്ങനെ കുറേ കോച്ചുമാരുടെ കാര്യത്തിൽ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ആ ചോദ്യം വരുന്നത്, 2026 കോച്ചുമാർ വാഴാത്ത കാലമാണോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.